നമസ്കാരം. ഇന്നത്തെ കോഴിക്കോട് വാർത്തകളിലേക്ക് സ്വാഗതം. വിദേശ നാണ്യശേഖരത്തിന്റെ ഭാഗമായുള്ള സ്വർണശേഖരത്തിൽ ജപ്പാനെ പിന്തള്ളി ഇന്ത്യ. ഓഗസ്റ്റ് 30 അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യ 9ാം സ്ഥാനത്തെത്തി. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ ജൂലൈ വരെയുള്ള കണക്കുകൾ പ്രകാരം ജപ്പാൻ 9ാം സ്ഥാനത്തും ഇന്ത്യ 10ാം സ്ഥാനത്തും ആയിരുന്നു. ഓഗസ്റ്റ് മാസം സ്വർണശേഖരത്തിൽ മാത്രം $86.2 കോടി വർധനവാണ് ഉണ്ടായത്. ഇതോടെ മൊത്തം സ്വർണശേഖരത്തിന്റെ മൂല്യം $6,186 കോടി വർദ്ധിച്ചു. സംസ്ഥാനത്തെ ഇന്ധന പമ്പുകളിൽ അളവ് തൂക്ക പരിശോധനാ വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് വ്യാപക ക്രമക്കേട്. സർക്കാരിന്റെ സിവിൽ സപ്ലൈസ് പമ്പുകളിൽ അടക്കം 50 പമ്പുകളിലാണ് ഇന്ധനത്തിന്റെ അളവ് അനുവദനീയമായതിലും കുറവാണെന്ന് കണ്ടെത്തിയത്. പമ്പുകളിലെ അളവുപാത്രം മുദ്ര ചെയ്യാത്തതിനടക്കം 510 പമ്പുകൾക്കെതിരെ ലീഗൽ മെട്രോളജി വിഭാഗം കേസെടുക്കുകയും 9.69 ലക്ഷം രൂപ പിഴ ചുമത്തുകയും ചെയ്തു. ADGP MR അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി PV അൻവർ MLA. ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചുവെന്ന് MLA ആരോപിച്ചു. ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിലെത്താതെ പൂഴ്ത്തിവെച്ചതിന് പിന്നിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണെന്നും അൻവർ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവും MPയുമായ രാഹുൽ ഗാന്ധി വിവാഹിതനാവുകയാണെന്ന അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. സോലാപൂർ MPയും മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെയുടെ മകളുമായ പ്രിനിധി ഷിൻഡെയാണ് രാഹുൽ ഗാന്ധി വിവാഹം ചെയ്യാൻ പോകുന്നതെന്നാണ് അഭ്യൂഹങ്ങൾ പരക്കുന്നത്. നേരത്തെയും ഇത്തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇപ്പോൾ ഇരുവരും ഒന്നിച്ചുള്ള പഴയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വേഗത്തിൽ പ്രചരിക്കുകയാണ്. PV അൻവർ MLA ഉന്നയിച്ച ഫോൺ ചോർത്തൽ ആരോപണത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ആരോപണങ്ങൾ അതീവ ഗൗരവകരമാണെന്ന രാജ്ഭവന്റെ വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഗവർണർ കത്തയച്ചത്. ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് അൻവർ ഉന്നയിച്ച ആരോപണത്തിൽ വിശദീകരണം വേണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ആശ്രമം തീവെപ്പ് കേസ് പോലീസ് അട്ടിമറിച്ചെന്ന് PV അൻവർ ആരോപണമുന്നയിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി സ്വാമി സന്ദീപാനന്ദഗിരി. ആശ്രമം തീവെപ്പ് കേസ് അട്ടിമറിക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രമിച്ചെന്നും ഞാനാണ് കത്തിച്ചതെന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമമെന്നും സന്ദീപാനന്ദഗിരി പറഞ്ഞു. RSSനെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിച്ചത്. എന്നാൽ ആരൊക്കെയാണ് ഇതിനു പിന്നിലെന്ന് അറിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആന്റിബയോട്ടിക്കുകൾ തിരിച്ചറിയാനായി ഇനി മുതൽ നീല നിറത്തിലുള്ള പ്രത്യേക കവറുകളിൽ നൽകണമെന്ന് മന്ത്രി വീണ ജോർജ്. ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആദ്യഘട്ടമായി 50,000 നീല കവറുകൾ തയ്യാറാക്കി സംസ്ഥാനത്തെ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകൾക്ക് നൽകുന്നതാണ്. പിന്നീട് അതേ മാതൃകയിൽ അതത് മെഡിക്കൽ സ്റ്റോറുകൾ കവറുകൾ തയ്യാറാക്കി അതിൽ ആന്റിബയോട്ടിക് നൽകേണ്ടതാണെന്നും അറിയിച്ചു. വാളയാർ പെൺകുട്ടികൾക്കെതിരെ മോശം പരാമർശം നടത്തിയെന്ന കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന MJ സോജനെതിരായ കേസ് റദ്ദാക്കി ഹൈക്കോടതി. ഉദ്യോഗസ്ഥനെതിരെയല്ല, ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ച ചാനലിനെതിരെയാണ് കേസെടുക്കേണ്ടതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 24 ന്യൂസ് ചാനലിനെതിരെയാണ് കോടതിയുടെ പരാമർശം. വൈദ്യുതി ബോർഡിന്റെ പെൻഷൻ ബാധ്യത ഏറ്റെടുക്കാനാവില്ലെന്നും പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റിലേക്ക് തുക വകയിരുത്തേണ്ട ഉത്തരവാദിത്വം വൈദ്യുതി ബോർഡിനാണെന്നും വ്യക്തമാക്കി സർക്കാർ ഉത്തരവിറക്കി. വിവരാവകാശ അപേക്ഷകളിൽ 5 ദിവസത്തിനകം നടപടികൾ ആരംഭിക്കണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A അബ്ദുൽ ഹക്കീം. ഓഫീസിലില്ലാത്ത വിവരങ്ങളാണ് അപേക്ഷയിൽ ഉള്ളതെങ്കിൽ 5-ാം ദിവസം തന്നെ വിവരങ്ങളുള്ള ഓഫീസിലേക്ക് അയക്കണം.
കോഴിക്കോട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വിവരാവകാശ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളുടെ കുറവ് നികത്താൻ ഇന്ത്യയിൽ നിന്നും 15,000 പേരെ നിയമിക്കാനൊരുങ്ങി ഇസ്രായേൽ. 10,000 നിർമ്മാണ തൊഴിലാളികളെയും 5,000 ആരോഗ്യ പ്രവർത്തകരെയും ആവശ്യമുണ്ടെന്ന് കാട്ടി ഇസ്രായേൽ അധികൃതർ സമീപിച്ചതായി കേന്ദ്ര നൈപുണ്യ വികസന കോർപ്പറേഷൻ പറഞ്ഞു. ബൈക്കിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന 40 ലിറ്റർ മാഹി വിദേശ മദ്യവുമായി യുവാവിനെ നാദാപുരം എക്സൈസ് പിടികൂടി. ചെക്യാട് ഗ്രാമപഞ്ചായത്തിലെ നെല്ലിക്കാപ്പറമ്പ് പാലയുള്ള പറമ്പത്ത് സുധീഷാണ് അറസ്റ്റിലായത്. നാദാപുരം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ അനിമോൻ ആന്റണിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി തുണേരിയിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് പിടിയിലായത്. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചു. നന്ദി, നമസ്കാരം.